ഹലോ എവരിവൺ, വെൽക്കം ടു AZB അക്കാഡമി. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ RRB NTPC ഗ്രാജുവേറ്റ് എക്സാമിന് നോട്ടിഫിക്കേഷൻസ് നമുക്ക് വരുന്ന മാസങ്ങളിൽ നമുക്ക് അല്ലെങ്കിൽ ഉടനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അതിന് പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ സിലബസ് എന്താണ്, അല്ലെങ്കിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ 2025 വിളിച്ചിരിക്കുന്ന പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോസ്റ്റുകളൊക്കെ ഇനി വരുന്ന നോട്ടിഫിക്കേഷൻസിലും ഉണ്ടാവുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഉണ്ടാവും, അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഒന്ന് അറിയേണ്ടത് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ആണ്. അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട്. അവർ ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അതാണ് അതിൻ്റെ ഒരു മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് പറയുന്നത്. പിന്നീട് സ്റ്റേഷൻ മാസ്റ്റർ, അറിയാമല്ലോ, അത്യാവശ്യം എല്ലാ ആൾക്കാർക്കും അറിയാവുന്നൊരു പോസ്റ്റാണ് സ്റ്റേഷൻ മാസ്റ്റർ. അതിനും ഡിഗ്രിയാണ് പറയുന്നത്. ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇറ്റ്സ് ഇക്വലന്റ്, അതാണ് പറയുന്നത്. ഇനി ഗുഡ്സ് ട്രെയിൻ മാനേജർ ഉണ്ട്, അതിനും ഡിഗ്രിയാണ് പറയുന്നത്. അത് ലെവൽ പേ 5 ആണ്. സ്റ്റേഷൻ മാസ്റ്റർ 6 ആണ്. പിന്നെ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറും 6 തന്നെയാണ്. ഇനി ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ഉണ്ട്, അത് ലെവൽ 5 ആണ് വരുന്നത്. അത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയും ഡിഗ്രിയും പിന്നെ ടൈപ്പിംഗ് പ്രൊഫഷൻസിയും എസെൻഷ്യൽ ആണെന്ന് പറയുന്നുണ്ട്. ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഒരു ടൈപ്പിംഗ് പ്രൊഫഷൻസിയും കൂടി ഒരു എസെൻഷ്യൽ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നുണ്ട്. ഇനി സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് അല്ലേ, അതിന് സെയിം തന്നെയാണ്. ലെവൽ എന്ന് പറഞ്ഞാൽ ലെവൽ അല്ലെങ്കിൽ സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. ഓക്കെ, പിന്നീട് ഡിഗ്രി തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെയും ഈ ഒരു ടൈപ്പിങ്ങിൻ്റെ കാര്യം പറയുന്നുണ്ട്. ടൈപ്പിംഗ് പ്രൊഫഷൻസി ഇൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഓൺ കമ്പ്യൂട്ടർ ഈസ് എസെൻഷ്യൽ. പിന്നെ ട്രാഫിക് അസിസ്റ്റൻ്റ് ആണ്. ഓക്കെ, അത് 4 ആണ് വരുന്നത്. ലെവൽ 4 ആണ് വരുന്നത്. അത് ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇറ്റ്സ് ഇക്വലന്റ്, അതിലാണ് അത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പോസ്റ്റുകൾ. അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ പോസ്റ്റുകൾ അറിഞ്ഞു വെച്ചിരിക്കണം. ഇനി എങ്ങനെയാണ്, എത്ര സ്റ്റേജസ് ഉണ്ട്? അപ്പോൾ നമുക്ക് ആദ്യമേ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും ഒരു CBT ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അതിനുശേഷം നമുക്കൊരു സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, ആ രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു ഓവറോൾ പ്രോസസ്സ് പോകുന്നുണ്ടാവാം. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം നോക്കാം. അതായത് 2025 വന്ന കാര്യമാണ്. അപ്പോൾ അതിൽ മാറ്റം ഉണ്ടാവത്തില്ല, ഈ സെയിം കാര്യങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പം എക്സാം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 മിനിറ്റ്സ് ആണ്. ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ആണ്. ഓക്കെ, 100 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ജനറൽ അവയർനെസ്സിൽ 40 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. മാത്തമാറ്റിക്സ് 30 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, അങ്ങനെ അതിൽ 30 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ ഇവിടെ 100 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പം ആ ഒരു കാര്യം എന്ത് ചെയ്ത് വെച്ചോണം, അറിഞ്ഞു വെച്ചോണം, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഇവിടെ ജനറൽ അവയർനെസ് പറയുമ്പോൾ എല്ലാം വരാൻ കേട്ടോ. ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ്, ജനറൽ സയൻസ്, പിന്നെ നമ്മൾ പഠിക്കുന്ന പൊളിറ്റി, ഹിസ്റ്ററി, ഈ ടോപ്പിക് എല്ലാം കൂടെ ചേർത്താണ് 40 മാർക്സ് വരുന്നത്. പിന്നെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഈ പറയുന്ന നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന QA അല്ലെ, ആവറേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അങ്ങനെ കോൺസെപ്റ്റുകൾ. പിന്നെ അതല്ലാണ്ട് നമ്മൾ SSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം, ജനറൽ ഇൻ്റലിജൻസ് റീസണിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഡയറക്ഷൻസ് അല്ലെങ്കിൽ ഇപ്പോൾ ആൽഫബറ്റ് സീരീസ്, അങ്ങനെ കുറേ ടോപ്പിക്സുകളുണ്ടല്ലോ. അപ്പോൾ അതിനെ ബേസ് 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി നെഗറ്റീവ് മാർക്കിങ് അല്ലേ, നമ്മൾ ഏത് എക്സാം നോക്കിയാലും ആദ്യം നോക്കുന്നത് നെഗറ്റീവ് മാർക്കിംഗ് ആണ്. സോ നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 1/3 മാർക്കാണ് ഷാൽ ബി ഡിഡക്റ്റഡ് ഫോർ ഈച്ച് റോങ് ആൻസർ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടെ അറിയണം. ഇതാണ് CBT 1 ബന്ധപ്പെട്ട് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ. ഇനിയും CBT 2 വരുന്ന സമയത്ത് എക്സാം ഡ്യൂറേഷൻസ് എന്ന് പറയുന്നത് 90 മിനിറ്റ്സ് തന്നെയാണ്. ജനറൽ അവയർനെസ്സിൽ ഒരു 50 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. മാത്തമാറ്റിക്സിൽ 35 ക്വസ്റ്റ്യൻസും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ ഒരു 35 ക്വസ്റ്റ്യൻസും ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്ത് വെച്ചോണം, അറിഞ്ഞു വെച്ചോണം. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്രയാണ്? 120 ആണ്. 120 ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത് 1/3 മാർക്കാണ്. 1/3 മാർക്കാണ് ഡിഡക്റ്റ് ആവുന്നത്. ഈച്ച് റോങ് ആൻസറിനും ഈ പറയുന്ന പോലെ തന്നെ 1/3 മാർക്ക് ഡിഡക്റ്റഡ് ആവുന്നുണ്ട്. ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വിൽ ബി കണ്ടക്ടഡ് ആഫ്റ്റർ ക്വാളിഫൈങ് ദ സെക്കൻഡ് സ്റ്റേജ് CBT. അതായത് CBT സെക്കൻഡ് സ്റ്റേജ് ക്വാളിഫൈ ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് എന്തുണ്ടാവാം, ഈ പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവുക. അതും കൂടെ എന്ത് ചെയ്യുക, അറിഞ്ഞു വെച്ചിരിക്കുക. ആഫ്റ്റർ CBT 2 ശേഷമായിരിക്കും ഉണ്ടാവുക. ഇനി ചില ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും ഫീസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഓൾ കാൻഡിഡേറ്റ്സ്, അതായത് എക്സെപ്റ്റ് ഈ പറയുന്ന കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. ഇപ്പം ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, എക്സ് സർവീസ്മെൻ, അങ്ങനെ കുറച്ച് ആൾക്കാർക്കാണെങ്കിൽ 250 റുപ്പീസ് ആണ്. ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും 500 റുപ്പീസ് ആണ് വരുന്നത്. ഇനി അതിൽ ഒരു 400 എന്ത് ചെയ്യുന്നുണ്ട്, റീഫണ്ടും ചെയ്യുന്നുണ്ട്. എക്സാം കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് റീഫണ്ട് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനുശേഷം റീഫണ്ട് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇനി ഏജ് കാറ്റഗറി, അപ്പോൾ ഇവിടെ ഏജ് കാറ്റഗറി 18 to 33 ആണ് പറയുന്നത്. ഇനി ഇവിടെ ഈ വർഷം നിങ്ങൾ നോക്കണ്ട, ഇത് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്ന വർഷമാണ്. അപ്പോൾ ഈ വർഷത്തിൽ മാറ്റം ഉണ്ട്, ഈ വർഷത്തിൽ ചേഞ്ചസ് ഉണ്ടായിരിക്കും. പിന്നെ
ജനറൽ കാറ്റഗറിൻ്റെ കാര്യമാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഏജ് റിലാക്സേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, ഏജ് റിലാക്സേഷൻസ് ഈ പറയുന്ന OBCക്കും അതേപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സിന് എന്ത് വരുന്നുണ്ട്, ഈ പറയുന്ന പോലെ തന്നെ ഏജ് റിലാക്സേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ വർഷത്തിൽ മാറ്റം ഉണ്ടായിരിക്കും. ഇനിയും നമ്മുടെ ഈ വട്ടത്തെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് വർഷത്തിൽ മാറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഏകദേശം ഒരു ഈ ഏജ് കാറ്റഗറി ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാം എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല പാക്കേജും ആണ് അല്ലേ. റെയിൽവേ വിളിക്കുന്നത് അത്യാവശ്യം ഗ്ലാമർ പോസ്റ്റുമാണ്. അത്യാവശ്യം വേക്കൻസി നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എന്തായാലും ഈ ഒരു വർഷം തന്നെ നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു നെക്സ്റ്റ് ഒരു 1 മന്ത്സിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, NTPC നോട്ടിഫിക്കേഷൻസ് വരാം അല്ലെ. ഇപ്പോൾ RRB JEE ഒക്കെ ഷോർട്ട് നോട്ടിഫിക്കേഷൻസ് വന്നല്ലോ. അപ്പോൾ ഉടനെ തന്നെ NTPC നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക അല്ലെ. പ്രിപ്പറേഷൻ സ്റ്റാർട്ട്. ഇവിടെ ഏജ് കാറ്റഗറിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. അത് ഏജ് റിലാക്സേഷൻ SC/ST കാൻഡിഡേറ്റ്സ് 5 years ആണ്, OBCക്ക് ആണെങ്കിൽ 3 years ആണ് അല്ലെ. അതും കൂടെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം, പ്രിപ്പറേഷൻസ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. നോട്ടിഫിക്കേഷൻ വരുന്നവരെ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നേരത്തെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ AZB അക്കാഡമിയിൽ RRBൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. NTPC ഗ്രാജുവേറ്റിനെ ഫോക്കസ് ചെയ്ത കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പം അഡ്മിഷൻസിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നേരത്തെ പഠിച്ചു തുടങ്ങാം. അതായത് പ്രോപ്പറായിട്ട് നമ്മുടെ മുമ്പിൽ PVQs ഉണ്ട്, നമ്മുടെ കൃത്യമായിട്ട് സിലബസ് ഉണ്ട്, ഓരോ മാർക്കിനും ഇത്ര വെയിറ്റേജ് ഉണ്ട്, ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പഴുതടച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പഠിക്കാൻ സാധിക്കാം. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അപ്ലൈ ചെയ്യുക. ഈ പറഞ്ഞ പോലെ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്ത് നന്നായിട്ട് പ്രിപ്പറേഷൻസിൽ ഒരു വേ ഹെഡ് ആവുക. ഓക്കെ, നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം നമുക്കൊരു ആമ്പിൾ ടൈം ഉണ്ടായിരിക്കും റിവിഷൻ ചെയ്യാനായിട്ട്. കാര്യം ഏത് എക്സാം എടുത്ത് കഴിഞ്ഞാൽ റിവിഷൻ ചെയ്യാമെന്ന് പറയുന്നതാണല്ലോ കീ എന്ന് പറയുന്നത് അല്ലേ. അപ്പം റിവിഷൻ എൻഷുർ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ആദ്യമേ സിലബസ് കവർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മറക്കാതെ തന്നെ അപ്ലൈ ചെയ്യുക. വരുന്ന സമയത്തും നമ്മുടെ സൈഡിൽ നിന്ന് വീഡിയോ ഉണ്ടായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തും അതിൻ്റെ വീഡിയോ ഉണ്ടായിരിക്കും. സോ വേറൊരു വീഡിയോയിൽ നമുക്ക് വേറെ നോട്ടിഫിക്കേഷനോട് ബന്ധപ്പെട്ട് കാണാം. ഓക്കെ, താങ്ക് യു.